കഴിഞ്ഞ ഒരു വർഷമായി ലണ്ടനിൽ നിന്ന് ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലുള്ള തവാർ ഗ്രാമത്തിലേക്ക് ദിവസവും എത്തുന്ന ഒരു ഫോൺ കോൾ തുടങ്ങുന്നത് ഈ ചോദ്യത്തിലൂടെയാകും. ഒരു വശത്ത് 48 വയസ്സുകാരനായ സവ്ദാൻ ഭായ് ചൗധരി എന്ന സാധാരണ ഗുജറാത്തി കർഷകൻ, മറുപുറത്ത് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒമർ അലി എന്ന പാകിസ്ഥാനി യുവാവ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ അതിരുകളോ മതപരമായ വ്യത്യാസങ്ങളോ ഭാഷാപരമായ തടസ്സങ്ങളോ ഒന്നും അവരെ അകറ്റി നിർത്തുന്നില്ല. ഒരു വലിയ ദുരന്തം ബാക്കി വെച്ച ആഴമേറിയ മുറിവുകളിൽ നിന്ന് ജനിച്ച വാക്കുകൾക്കപ്പുറമുള്ള അപൂർവ സൗഹൃദത്തിന്റെ കഥയാണിത്. 2025 ജൂൺ 12 ആ ഇരുണ്ട ദിനം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാൻഡിക്കിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറുകൾ മൂലം അഹമ്മദാബാദിലെ മേഘാനി നഗറിലുള്ള മെഡിക്കൽ ഹോസ്റ്റൽ സമുച്ചയത്തിലേക്ക് തകർന്നു വീണു. വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വിമാനത്തിൽ ഉണ്ടായിരുന്നവരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരും ഉൾപ്പെടെ ആകെ 260 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. സവ്ദാൻ ഭായിയുടെ മൂത്ത മകൻ കമലേഷും അവന്റെ നവവധു ദാപുബെന്നും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ലണ്ടനിലേക്ക് പറക്കുകയായിരുന്നു അവർ. മരുമകൾ ആദ്യമായി വിമാനത്തിൽ കയറുന്നതിന്റെ സന്തോഷത്തിൽ സവ്ദാൻ ഭായ് തന്റെ ഫോണിൽ പകർത്തിയ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇന്നും ആ മാതാപിതാക്കളുടെ നെഞ്ചു പൊള്ളിക്കുന്ന ഒരു ഓർമ്മയാണ്. മക്കളെ യാത്രയാക്കി 100 കിലോമീറ്ററോളം പിന്നിട്ട് മഹേസാന ജില്ലയിൽ ഉഞ്ചയിൽ എത്തിയപ്പോഴാണ് സവ്ദാൻ ഭായ് അപകട വാർത്ത അറിയുന്നത്. പ്രാർത്ഥനകളോടെ വണ്ടി തിരിച്ചുവിട്ട് അഹമ്മദാബാദിൽ എത്തുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. പിന്നീട് ഫാമിലി റിട്ടേൺ സെന്ററിൽ നിന്ന് അവർക്ക് തിരികെ ലഭിച്ചത് കരിഞ്ഞുപോയ ഒരു വെഡ്ഡിംഗ് ആൽബവും ആധാർ കാർഡും കുറച്ച് രേഖകളും മാത്രമായിരുന്നു. കമലേഷ് ലണ്ടനിലെ ഒരു ഫാൻസി ഗുഡ് സ്റ്റോറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെയുള്ള മറ്റൊരു സെഷനിലെ സീനിയർ സെയിൽസ് മാനേജറായിരുന്നു ഒമർ അലി. അവർ അടുത്ത സുഹൃത്തുക്കൾ പോലുമല്ലായിരുന്നു. കമലേഷിന്റെ മരണവിവരം അറിഞ്ഞ് ഒമർ അലി പൊട്ടിക്കരഞ്ഞു. ഇതുകണ്ട സ്ഥാപന ഉടമയും അഫ്ഗാൻ സിഖ് വംശജനുമായ തന്നിബായ് കമലേഷിന്റെ നാട്ടിലെ കുടുംബത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒമറിനെ ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് ഒമർ സവ്ദാൻ ഭായിയുടെ നമ്പർ വാങ്ങി വിളിക്കുന്നത്. ഫോൺ എടുത്ത പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒന്നേയുള്ളൂ: എന്റെ മകൻ പോയി. ആ വാക്കുകൾ ഒമറിന്റെ ഉള്ളുലച്ചു. താൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് ആ അച്ഛന് ഒമർ ഉറപ്പു നൽകി. ഒമർ അലി ലണ്ടനിലേക്ക് താമസം മാറ്റിയിട്ട് വർഷങ്ങളായി. 2022 ഒരു മാസത്തെ വ്യത്യാസത്തിലാണ് ഒമറിന് തന്റെ സഹോദരനെയും പിതാവിനെയും നഷ്ടപ്പെടുന്നത്. തൊട്ടടുത്ത വർഷം അമ്മയും മരിച്ചു. കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒമറിന് സവ്ദാൻ ഭായിയുടെ ദുഃഖം സ്വന്തം വേദനയായി തോന്നി. അന്ന് തുടങ്ങിയതാണ് ആ ശീലം. കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ സവ്ദാൻ ഭായിയുടെ ഫോണിലേക്ക് ലണ്ടനിൽ നിന്ന് ഒമറിന്റെ കോൾ വരും. ഒമർ തന്റെ ജോലി സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോഴാണ് ഈ വിളി. മുൻപ് ദിവസവും ലാഹോറിലുള്ള തന്റെ മാതാപിതാക്കളെ വിളിച്ചിരുന്ന ഒമർ ഇന്ന് ആ സമയത്ത് കമലേഷിന്റെ മാതാപിതാക്കളെ വിളിക്കുന്നു. തുടക്കത്തിൽ സവ്ദാൻ ഭായിക്ക് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അദ്ദേഹം ഗുജറാത്തിയിലാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഒമർ ക്ഷമയോടെ അത് കേട്ടിരുന്നു. സങ്കടങ്ങൾക്ക് ഭാഷയുടെ ആവശ്യമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് അവരുടെ സംഭാഷണങ്ങൾ വെറും ആശ്വാസ വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. സാധാരണ വീട്ടുവിശേഷങ്ങളിലേക്ക് അത് വളർന്നു. നാട്ടിലെ കാലാവസ്ഥ, സവ്ദാൻ ഭായിയുടെ കാലിലെ ഇൻഫെക്ഷൻ, ഉച്ചയ്ക്ക് കഴിച്ച വിഭവങ്ങൾ, അങ്ങനെയെല്ലാം. കമലേഷ് എപ്പോഴും പറയുമായിരുന്നു അവന്റെ അച്ഛൻ ഒരു സുഹൃത്തിനെ പോലെയാണെന്ന്. ഇന്ന് എനിക്കും സവ്ദാൻ ഭായിയോട് തോന്നുന്നത് ആ ഒരു ബന്ധമാണ്. കമലേഷ് എപ്പോഴും പറയുമായിരുന്നു അവന്റെ അച്ഛൻ ഒരു സുഹൃത്തിനെ പോലെയാണെന്ന്. ഇന്ന് എനിക്കും സവ്ദാൻ ഭായിയോട് തോന്നുന്നത് ആ ഒരു ബന്ധമാണെന്ന് ഒമർ പറയുന്നു. മകന്റെയും മരുമകളുടെയും വേർപാടോടെ തങ്ങളുടെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതുന്ന സവ്ദാൻ ഭായിക്കും ഭാര്യ രത്നി ബെന്നിനും ഈ ദുരന്ത ഭൂമിയിൽ മനുഷ്യത്വവും സ്നേഹവും ഇനിയും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഒമറിന്റെ മുടങ്ങാത്ത ഫോൺ കോളുകളാണ്. അതിർത്തികൾക്കപ്പുറം 2 മനുഷ്യർ, പരസ്പരം കണ്ടിട്ടില്ലാത്തവർ, മതം കൊണ്ടും രാജ്യം കൊണ്ടും വേറിട്ടു നിൽക്കുന്നവർ, പങ്കുവെക്കപ്പെട്ട ഒരു വലിയ സങ്കടത്തിലൂടെ ഇന്ന് ഒരൊറ്റ കുടുംബമായി മാറിയിരിക്കുന്നു.